പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹമാണ് നമ്മുടെ ക്ലാസ് നയിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി ഇന്ന് ഇതിൽ ജോയിൻ ചെയ്യുന്നവർ, പിന്നീട് ഇത് കേൾക്കുന്നവർ എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നമുക്കെല്ലാവർക്കും സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് പ്രിയ ദൈവദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ഈ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവെ. അകപ്പെ ബൈബിൾ കോളേജിനോടുള്ള ബന്ധത്തിൽ കർത്താവെ, ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി തീർത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നതിനായി സ്തോത്രം. പഠിപ്പിപ്പാൻ കർത്താവെ അധ്യാപകരെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കാലം കർത്താവെ ക്ലാസ് എടുക്കുന്നതായ കർത്താവിന്റെ ലീലദാസനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഇന്ന് കാലം ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ അങ്ങയുടെ ദാസനെ പുതിയ അഭിഷേകത്താൽ അവിടുന്ന് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് കർത്താവെ ചുമൽ കൊടുക്കുന്നതായ കർത്താവെ ഷാജി കേദാനിൽ പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ ലാൽഷാനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കർത്താവ് ഇത് അല്ലെങ്കിൽ ഈ സൂമിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു സിസ്റ്റർ മോളമ്മ സുനിൽ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോർജ് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇതിനുവേണ്ടി സാവകാശം ഒരുക്കെത്തുന്ന പാസ്റ്റർ ലാലു ജേക്കബിനായിട്ട് മറ്റ് ദേവദാസന്മാർക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ സമയത്തും വീണ്ടും ഈ ദൈവവചന പഠനത്തിൻ്റെ തുടർന്നുള്ളതായ ഭാഗം നാം ചിന്തിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ച ഇന്ന് 15ാമത്തെ സെഷനാണ്, ഇവാഞ്ചലിസം ആൻഡ് ഡിസൈപ്പിൾഷിപ്പ്. മിക്കവാറും വരുന്ന ആഴ്ചയുടെ പകുതി ഭാഗത്ത് വരുന്നതായ സന്ദർഭത്തിൽ ഈ പേഴ്സണൽ ഇവാഞ്ചലിസം, വ്യക്തിപരമായുള്ള സുവിശേഷ പ്രവർത്തനം, സുവിശേഷം ആളുകൾ പറയുന്നത് എങ്ങനെയാണെന്നുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് സുവിശേഷ ദൂതിൻ്റെ സാരാംശം എന്തായിരിക്കണം എന്നുള്ളതായ കാര്യമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ യാതനാസ്ഥലത്തെക്കുറിച്ച്, ഇത് സ്ലൈഡ് കാണാമോ? യാതനാസ്ഥലത്തെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിച്ചത്. അത് നമുക്കെന്തോ ഇത്ര വലിയ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചേക്കാം. യേശു സദീർഘമായിട്ട് വിശദീകരിച്ച് പഠിപ്പിച്ചതായ ഒരു ഭാഗമാണ് ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. എന്നെ നേരിട്ട് കണ്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ട് അല്പം കൂടെ വിശദീകരണത്തിലേക്ക് ഞാൻ പോവുകയാണ്. 3 രീതിയിലുള്ളതായ വൈരുദ്ധ്യങ്ങൾ ഈ ഉപമയല്ല, ഈ സംഭവ കഥയെക്കുറിച്ച് അവിടെ കാണുവാൻ തക്കടയാകുന്നത്. 3 വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ്, ഒന്നിന് വിരുദ്ധമായിട്ടുള്ള വേറൊരു സംഗതി, അതാണ് കാണുന്നത്. ഒന്നാമത് തൻ്റെ ജീവിതത്തിലെ വൈരുദ്ധ്യം. അവൻ ധനവാനായിരുന്നു, വളരെ ആർഭാടമായിട്ട് പട്ടും ദിനം പ്രതി ആഡംബരത്തോടെ സൂചിച്ചുകൊണ്ടിരുന്നു. സുഖലോലുപമായുള്ള ഒരു ജീവിതമായിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിവാതിൽക്കൽ കിടന്നു. ഇതാണ് 2 വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഒന്ന് ധനികനായ ഒരു വ്യക്തി, മറ്റത് ദരിദ്രനായ ലാസർ. ഒരാൾ സുഖലോലുപനായിട്ട് തൻ്റെ വീട്ടിൽ തൻ്റെ കൊട്ടാരത്തിലെന്ന് വേണേൽ പറയാം, താൻ ആഡംബരത്തോടു കൂടി ജീവിച്ചത്. മറ്റേയാൾ അവൻ്റെ പടി കാതിൽ കിടന്നു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് നോക്കുമ്പോൾ വേളയിൽ ഹു വാസ് ലെയ്ഡ് എന്ന് പറയുന്നതും കിടന്നതെന്നും ഒന്നും വ്യത്യാസമുണ്ട്. അവനെ കിടത്തിയിരുന്നു എന്നാണ് അതിനകത്ത് മനസ്സിലാക്കുന്നത്. ഹു വാസ് ലെയ്ഡ് അറ്റ് ഹിസ് ഗേറ്റ്. അപ്പം അവനെ അവിടെ കിടത്തണമെങ്കിൽ അവന് ശാരീരികമായ ബലഹീനതകളുമുണ്ട്. മറ്റാരെങ്കിലും കൊണ്ടുവന്ന് അവിടെ കിടത്തിയതായിരുന്നേക്കാം.
21-ാമത്തെ വാക്യത്തിൽ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു, നായ്ക്കളും വന്ന് അവന്റെ വ്രണം നാക്കും. ഓക്കെ, എൻ്റെ ആളുകൾ ചോദിച്ച ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ധനവാൻ എന്തിനാ ഈ യാതനാ സ്ഥലത്ത് പോകാനുള്ളതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അവൻ ധനികനായതുകൊണ്ട് യാതനാ സ്ഥലത്ത് പോയതല്ല. അപ്പം മറ്റ് ചില കുഴപ്പങ്ങൾ കാണും. ധനികന്മാരായുള്ള അനേക ആളുകളുണ്ട്. അബ്രഹാം മഹാധനികനായിരുന്നു, ഇസ്ഹാക്ക് മഹാധനികനായിരുന്നു, യാക്കോബ് മഹാധനികനായിരുന്നു, ദാവീദ്, ശലോമോൻ, ഇവരെല്ലാം വലിയ ധനികന്മാരായുള്ള ആളുകളായിരുന്നു. അപ്പോൾ ഇവിടെ ഇവൻ യഹൂദനാണ് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. കർത്താവ് യഹൂദന്മാരായുള്ള ആളുകളോടാണ് സംസാരിക്കുന്നത്. യഹൂദനായ ധനവാൻ യാതനാ സ്ഥലത്ത് പോകാനുള്ള ചില സാധ്യതകൾ, ഇത് ഞാൻ വചനത്തിൽ ചില അന്വേഷണങ്ങൾ നടത്തി. ഒന്ന്, യഹൂദ നിയമപ്രകാരം ദരിദ്രരെ സംരക്ഷിക്കുവാൻ പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് കൽപ്പന കൊടുത്തിട്ടുണ്ട്. ആ കൽപ്പന അവൻ ലംഘിച്ചു എന്നുള്ളതാണ്. ഓക്കെ, പുറപ്പാട് പുസ്തകം 23-ന്റെ 11-ാമത്തെ വാക്യത്തിൽ 7-ാം സംവത്സരം, അതാണ് 7-ാം സംവത്സരം, യോവേൽ സംവത്സരം എന്ന് പറയും, അത് ഉഴവ് ചെയ്യാതെ, അതായത് നിലം ഒഴിവ് ചെയ്യാതെ വെറുതെ ഇട്ടേക്ക, നിന്റെ ജനത്തിന്റെ ദരിദ്രന്മാർ അഹോവൃത്തി കഴിക്കട്ടെ. അപ്പം അത് അവിടെ ഒരു കൽപ്പന, യഹൂദന്മാർക്ക് കൊടുത്തിരുന്ന ഒരു കൽപ്പനയാണ്. ദരിദ്രന്മാർക്ക് വേണ്ടി ഒരു കരുതൽ ഉണ്ടായിരിക്കണം. ഇപ്പോഴ് പലയിടത്തും ഗവൺമെന്റിന് അതിന് സിസ്റ്റം ഉണ്ട്. അന്ന് ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാർക്ക് ഉള്ളതായ നിയമങ്ങളാണ് അത് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലേവ്യ പുസ്തകം 23-12 പറഞ്ഞിരിക്കും, നിങ്ങളുടെ നിലത്തിലെ വിളവെടുക്കുമ്പോൾ വയലിന്റെ അരികത്ത് തീർത്ത് കൊയ്യരുത്, കാലാപെറുക്കുകയും അരുത്, അത് ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നതിനാൽ നിങ്ങൾ ഇപ്രകാരം ദരിദ്രരോടും പരദേശികളോടും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതായ കൽപ്പനയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 2, ദരിദ്രന്മാരോട് അവൻ്റെ നിർവികാരമായുള്ള മനോഭാവം. നിർവികാരം എന്നുള്ള വാക്കിൻ്റെ മറ്റൊരു പദപ്രയോഗമാണ് കണ്ണിൽ ചോരയില്ലാത്ത. അങ്ങനെയുള്ള മനുഷ്യനായിരുന്ന അയാൾ. The rich man was insensitive and calloused towards the poor man Lazarus. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 23-2-3 അതിൻ്റെ 6-ാമത്തെ വാക്യം 11-ാമത്തെ വാക്യം, ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്, ന്യായം മറിച്ചു കളവാൻ ബഹുജനപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത്. മറ്റുള്ള ഒരു വ്യവഹാരം എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള ഡീലിങ്സ് വരുന്ന വേളയിൽ പക്ഷം ചേരരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3-ാമത്തെ വാക്യം, ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധനവാന്മാരോട് പക്ഷം ചേർന്ന് ഇവനോട് ഇടപെടരുത്, ദരിദ്രരോട് ഇടപെടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 23-6 പറഞ്ഞ്, നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവൻ്റെ ന്യായം മറിച്ചു കളയരുത്. ഈ പണമുള്ള ആളുകളോട് ഒരു സ്റ്റാൻഡേർഡും പണമില്ലാത്ത ആളുകളോട് ഒരു സ്റ്റാൻഡേർഡും പാടില്ല. വിദ്യാഭ്യാസമുള്ള ആളുകളോടും വിദ്യാവിഹീനരായിട്ടുള്ള വിദ്യാഭ്യാസമില്ലാത്ത ആളുകളോടും ഒരു സ്റ്റാൻഡേർഡ് പാടില്ല. ദൈവം ഇപ്രകാരം ഇവരെയെല്ലാം കാണുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ദൈവമക്കളായ നമ്മളും ഇടപെടേണ്ടത്. അതുകൊണ്ട് അങ്ങനെ വ്യത്യസ്തമായുള്ള സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചെയ്യാൻ പാടില്ല എന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യാക്കോബ് ലേഖനം വായിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അത് എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ വീണ്ടും മുമ്പേ വായിച്ചതായ 7-ാം സംവത്സരത്തിലോ ഉഴവ് ചെയ്യാതെ, ഉഴവ് ചെയ്യാതെ വെറുതെ ഇട്ടേക്കാം, അത് ദരിദ്രന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ഓക്കെ, സദൃശ്യവാക്യം 17-5 നോക്കുന്ന വേളയിൽ എന്തുകൊണ്ട് ഈ പഴയ നിയമത്തിലെ മാത്രം നോക്കുന്ന പറഞ്ഞാൽ, ഈ ധനികനായ വ്യക്തി പഴയ നിയമ കാലയളവ് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. യേശു ക്രൂശിൽ മരിക്കുന്നിടം വരെ അത് പഴയ നിയമ കാലയളവാണ്. യേശു ക്രൂശിൽ മരിച്ചതിന് ശേഷമാണ് പുതിയ നിയമം തുടങ്ങുന്നത്. അപ്പോൾ പഴയ നിയമ കാലയളവിൽ ഉള്ളതായ ആളുകളോട് സംസാരിക്കുന്നതായ സംഗതി അയാൾക്ക് അറിയാൻ സാധ്യതയുള്ളതായ വാക്യമാണ് ഇത്. സദൃശവാക്യം 18, ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവൻ്റെ സ്രഷ്ടാവിനെ നിന്ദിക്കുന്നു. അവനെ പരിഹസിക്കുകയാണ്. അവനെ വീടിൻ്റെ പടിപ്പുരയ്ക്ക് നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കുവാൻ തക്കണം അനുവദിക്കുന്നത് അവനെ പരിഹസിക്കുന്നതായ ഒരവസ്ഥയാണ്. നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഭിക്ഷക്കാരോ അല്ലാത്ത ആളുകളോടോ വരുന്നതായ വേളയിൽ അവരോട് വ്യത്യസ്തമായുള്ള സ്റ്റാൻഡേർഡിൽ ഇടപെടരുത്. ആരെങ്കിലും
ഈ മോഷണം ചെയ്യാനോ കവർച്ച ചെയ്യാനോ വരുന്ന ആൾക്കാർ ആ നിലയിൽ ഇടപെടണം. പക്ഷെ അവർ ഭിക്ഷയാചിക്കാൻ വന്നു എന്നുള്ള നിലയിൽ അവർ യാതൊരു വിലയില്ലാത്ത ആൾക്കാരാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരെല്ലാം വിലയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവൻ്റെ സ്രഷ്ടാവിനെ നിന്ദിക്കുന്നു. മൂന്നാമത്തെ കാരണം പോസിബിൾ അവിടെ പറഞ്ഞിട്ടില്ല. ദൈവത്തിന് വിഹിതമായത് അപഹരിച്ച് ജീവിച്ചതിനാൽ. ദൈവത്തിന് വിഹിതമായെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലുള്ളതായ സകലതും ദൈവത്തിൻ്റെതാണ്. നമ്മൾക്ക് സമ്പത്തോ നമ്മൾക്ക് എന്തെങ്കിലും നന്മകളോ ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം അനുഭവിക്കുവാൻ ദൈവം ഒരു സാവകാശം ഒരുക്കി തന്നു എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുകയോ. നമുക്ക് കുറച്ച് സ്വത്തുണ്ടെന്ന് പറഞ്ഞ് അതിൽ അയ്യോ ഞാൻ എൻ്റെ മിടുക്കൊണ്ടാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തെറ്റിപ്പോയി. മലാഖി പ്രവചനം പൊതുവെ ആളുകൾക്ക് അധികം ഇഷ്ടമില്ലാത്തൊരു ഭാഗമാണിത്. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? മലയാളികൾ പരിഭാഷപ്പെടുത്തുകയാണെന്നുള്ളത് വളരെ മലയാളികളുടെ ചിന്താഗതി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ തെറ്റായിട്ടുള്ള ചില ട്രാൻസ്ലേഷൻ ഉണ്ട്. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഏതിൽ നിങ്ങളെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ വിൽ എ മാൻ റോബ് ഗാഡ്? കവർച്ച ചെയ്യാമോ? കൊള്ളയടിക്കാമോ? യു ഹാവ് റോബ്ഡ് മീ, നിങ്ങൾ എന്നെ കൊള്ളയടിച്ചിരിക്കുന്നു. ബട്ട് യു സേ ഇൻ വാട്ട് ഹാവ് വി റോബ്ഡ് യു? അതിന് മറുപടി തന്നെ കർത്താവ് പറയുന്നുണ്ട്. ഇൻ ടൈറ്റ്സ് പ്ലൂറൽ, ഓഫറിങ്സ് പ്ലൂറൽ. ആക്ഷരികമായി നമ്മൾ പരിഭാഷപ്പെടുത്തേണ്ടതായിരുന്നു. ഓക്കെ, നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ, അതായത് യഹൂദ ജാതി മുഴുവനും ദൈവത്തെ കവർ ചെയ്ത് ജീവിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. ഓക്കെ, തോൽപ്പിക്കുക എന്നുള്ളതിന് ആക്ഷരികമായുള്ള വാക്കിൻ്റെ അർത്ഥം കൊള്ളയടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കൊള്ളയടിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ, അതായത് ദശാംശം കൊടുക്കാത്തവരാണെങ്കിൽ അത് തെറ്റാണ്. ഓക്കെ, പല ആളുകളും ദശാംശം പുതിയ നിയമത്തിൽ പറഞ്ഞുകൊണ്ട് ഇത് കേട്ടത്തൊന്നും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ പുതിയ നിയമത്തിൽ നോക്കി ചെയ്യുന്നതെന്ന് തോന്നിപ്പോകും. ദശാംശത്തിലും അല്ലെങ്കിൽ ദശാംശങ്ങളിലും ബഹുവചനമായിട്ട് വേണമായിരുന്നു. വഴിപാടുകളിലും എന്നുള്ളതും ബഹുവചനമായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ ഞാൻ ചില ട്രാൻസ്ലേഷൻ നോക്കി എങ്ങനെയാണ്. ഈ കത്തോലിക്കരുടെ ഒരു ബൈബിളുണ്ട്, POC. അവർക്ക് 2 വെർഷനുണ്ട്, ഓശാന വെർഷനുണ്ട്, POC. എൻ്റെ കയ്യിൽ 2 വെർഷനുണ്ട്. അതിൽ POC പാസ്റ്റൽ ഓറിയൻറ്റേഷൻ സെൻറ്റർ എന്നാണ്. അത് KCBC, കേരള കാത്തലിക് ബിഷപ്പ് കമ്മീഷൻ. ഞാൻ ഇത് വാങ്ങിക്കാൻ തന്നെ ഒരു കൊച്ചിയിൽ ഒരിക്കൽ പോയ സന്ദർഭത്തിൽ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇപ്രകാരമാണ്, വളരെ അക്ഷരികമായിട്ടാണ് അവർ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ചില ഭാഗങ്ങൾ ഈ ഒരുപാട് ട്രാൻസ്ലേഷൻ അവർ ശരിയായിട്ട് എഴുതിയിരിക്കുന്നത്, എന്നാൽ അവർ സഭ അത് എപ്രകാരം പാലിക്കുന്നുണ്ട് എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, അവർക്കും അറിയാം. മനുഷ്യൻ ഇത് ജോർജ് വർഗീസിൻ്റെ ട്രാൻസ്ലേഷൻ അല്ല, കത്തോലിക്കയുടെ ട്രാൻസ്ലേഷനാണ്. മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ കൊള്ള ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ദശാംശങ്ങളിലും വഴിപാടുകളിലും തന്നെ നിങ്ങൾ, അതായത് ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്തുകൊണ്ട് നിങ്ങൾ അഭിശപ്തരാണ് എന്ന് പറഞ്ഞാൽ ശാപഗ്രസ്തരാണ് എന്നായിരിക്കണം എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കൊള്ളയടിക്കുന്നത്? നമ്മൾക്കല്ലാത്ത വേറൊരാളുടെ വിഹിതം, വേറൊരാളുടെ സ്വത്ത് നമ്മൾ കൈയേറ്റം ചെയ്യുന്നതിനാണ് കൊള്ളയടിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊന്നുകൂടെ പറയാം. നമ്മൾക്ക് ക്ലെയിം ചെയ്യാനൊക്കാതെ വേറൊരാളുടെ പക്കലിരിക്കുന്നത് നാം ബലാത്കാരമായിട്ട് ഏറ്റെടുത്ത് എന്നതിനാണ് കൊള്ളയടി എന്ന് പറയുന്നത്. ഭൂമിയും അതിലെ സകല സൃഷ്ടിയും യഹോവയുടേതാകുന്നു. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളത് എന്നാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. 50-ാം സംഘത്തിൻ്റെ 10ഉം 11ഉം വാക്യം, കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. ഇത് ദൈവം പറയുന്നതാണ്, യഹോവയായ ദൈവം പറയുന്നതാണ്. മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു, വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. ഇത് പറയുന്ന വേളയിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം ആദാമിനെയും ഹവ്വായെയും അതിൻ്റെ കാവൽക്കാരായിട്ട്, അതിൻ്റെ സ്റ്റുവർട്ട്സായിട്ട് മേൽനോട്ടം വഹിക്കുവാൻ തക്കണം അവരെ ആക്കിയിരിക്കുന്നേ ഉള്ളൂ.
അതിനുശേഷം ആദാമിൻ്റെ സന്തതികളായ നമ്മളെല്ലാവരും ഈ ഭൂമിയുടെ മേൽവിചാരകന്മാരാണ്. ആ കാര്യം നമ്മൾ മറന്നു കളയരുത്. ഇപ്പം എൻ്റെ മിടുക്കൊണ്ടാണെന്ന് പറഞ്ഞൊക്കെ പറയുന്ന വേളയിൽ കാരണം എൻ്റെ മിടുക്കല്ല, കർത്താവ് നൽകി തന്നതായ അനുഗ്രഹത്തിൻ്റെ ഒരു മേൽനോട്ടക്കാരാണ്. നിങ്ങൾ ചിലപ്പം ഒരു സംശയം തോന്നിയേക്കാം, പാസ്റ്റർ ഇത് അനുസരിക്കുന്നതാണോ എന്ന് ചോദിക്കാം. നിശ്ചയമായിട്ടും 1971 വിശേഷിച്ച് 71 അവിടുന്ന് പോകുന്ന സന്ദർഭം മുതൽ അനേക സന്ദർഭങ്ങളിൽ എനിക്കുള്ളത് മുഴുവനും, സമ്പത്ത് മുഴുവനും കർത്താവിന് വേണ്ടി കൊടുത്തിട്ടുള്ളതായ സന്ദർഭമുണ്ട്. കൃത്യമായിട്ട് ദശാംശം മാത്രമല്ല, അതിനപ്പുറമായിട്ട് ബാക്കിയുള്ളതായ വിഹിതങ്ങൾ കർത്താവിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന, അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പിതാവ് എൻ്റെ ഓർമ്മയുള്ളതായ സന്ദർഭം മുതൽ മാർത്തമായ നിന്ന സന്ദർഭത്തിലും താൻ പ്രാക്ടീസ് ചെയ്തൊരു സംഗതിയായിരുന്നു ദശാംശം. താൻ മരിക്കുന്നതിന് മുമ്പ് 2004 താൻ മരിക്കുന്നതിന് മുമ്പ് ആ ഇടമ്പള്ളിലെ ചർച്ചക്കോടിൻ്റെ പാസ്റ്ററെ വിളിച്ചിട്ട് ഒരാഴ്ചക്ക് മുമ്പ് താൻ കിടപ്പിലാണ് താൻ മരിച്ചു പോകുമെന്നും അദ്ദേഹത്തിന് ഒരു ചിന്തയുണ്ടായിരുന്നു. പാസ്റ്ററെ വിളിച്ച് നേരത്തെ തന്നെ ബാങ്കിൽ നിന്ന് എടുക്കാനുള്ളതായ പണവും മറ്റും എടുത്തിട്ട് ഒരു ബണ്ടിൽ പാസ്റ്റർ കൊടുത്തതിന് ശേഷം പറഞ്ഞു, പാസ്റ്റർ ഇത് എൻ്റെ ദശാംശമല്ല, എൻ്റെ മൊത്തമായിട്ടുള്ള ബാങ്ക് ഡിപ്പോസിറ്റിൻ്റെ 4/1 ഭാഗമാണ്, 25% ഇത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടാണ് താൻ മരിച്ചത്. അവരുടെ മക്കൾക്കാർക്കും ദോഷമുണ്ടായിട്ടില്ല. അപ്പം എൻ്റെ പിതാവും അതുപോലെ തന്നെ ഞാനും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രാഗൽഭ്യത്തോട് പറയാനൊക്കുന്നത്. ഭൂമിയിൽ പാർക്കുന്ന നാം ദൈവത്തിൻ്റെ സ്വത്തിൻ്റെ കാര്യവിചാരകന്മാർ എന്നുള്ള വാക്കിനർത്ഥം സ്റ്റ്യൂവർഡ്സ് എന്നാണ്. സോ വി ആർ സ്റ്റ്യൂവർഡ്സ് ഓഫ് ഗാഡ്സ് പ്രോപ്പർട്ടി. നമ്മൾ സ്റ്റ്യൂവർഡ്ഷിപ്പിൻ്റെ കണക്ക് കൊടുക്കേണ്ടി വരും. ഡിസൈപ്പിൾഷിപ്പ് അല്ല, സ്റ്റ്യൂവർഡ്ഷിപ്പിൻ്റെ. ഓക്കെ, ദൈവത്തിന് വിഹിതമായത് അപഹരിച്ച് ജീവിച്ചതിനാൽ അവന് പോകേണ്ടി വന്നു. കാരണം ന്യായപ്രമാണത്തിൻ്റെ കാലയളവാണ്. ന്യായപ്രമാണം അനുസരിച്ചാണ് അവരുടെ ജീവിതത്തെ വിലയിരുത്തുന്നത്. ദശാംശം മുഴുവനും ദൈവത്തിനുള്ളതാകുന്നു. ദൈവത്തിന് വിഹിതമായത് സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് കൊള്ളയടിയാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഇത് ഒരു കണ്ടംനേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനത്തിലുള്ള കാര്യം ഞാനങ്ങ് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിലെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശദം. ഞാൻ ദശാംശം കൊടുത്തു എന്ന് പറയാനുള്ള ദൈവത്തിന് വിഹിതമായിട്ടുള്ളത് ഞാൻ കൊടുത്തു എന്ന് ചിന്തിച്ചാൽ മതി. ഞാനിത് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മിടുക്കൊണ്ടാണ് കൊടുത്തതെന്ന് തോന്നേണ്ട കാര്യമില്ല. അത് ഇവിടെ അമേരിക്കയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഈ ജോലി ചെയ്യുന്നതായ കാലയളവിൽ ആദ്യം അവരുടെ ടാക്സ്, ഗവൺമെൻറ്റിനുള്ളതായ ടാക്സ് എടുത്ത് കഴിഞ്ഞതിന് ശേഷമേ, അത് ദിവസം കൂലിക്കാരനാണെങ്കിലും അല്ലാതെ വലിയ ശമ്പളക്കാരനാണെങ്കിലും ടാക്സ് പിടിക്കാതെ അവർ ശമ്പളം കൊടുക്കത്തില്ല. അത് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെൻറ്റേതാണ്. അതുപോലെ തന്നെ ഇവിടെ ദൈവത്തിൻ്റെ വളരെ കൃത്യമായിട്ട് കണക്കൂട്ടാൻ വളരെ എളുപ്പമാണ്. 10/1 അത് ദൈവത്തിൻ്റെതാണ്. അത് യഹോവയ്ക്ക് വിശുദ്ധം എന്ന് പറഞ്ഞാൽ അത് യഹോവയ്ക്ക് കർത്താവിന് വേണ്ടി വേർതിരിച്ച് വെക്കുന്നതായ ഒരു സംഗതി എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. ആരെങ്കിലും 31-ാമത്തെ വാക്യം, ലേവ്യ പുസ്തകം 27:31, ആരെങ്കിലും തൻ്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദശാംശം കൊടുക്കാതെ ഞാൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അതിൽ നിന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു പെനൽറ്റി ഉണ്ട്, അതിൻ്റെ ശിക്ഷയുണ്ട്. 20% പെനൽറ്റിയാണ്. 20% പ്ലസ് ദി ടൈത്ത്. അതിന് 5/1 ചേർത്ത് കൊടുക്കണം. അതായത് ദശാംശത്തോടുകൂടെ അതിൻ്റെ 5/1 കൂടെ പെനൽറ്റി ഇട്ടാണ് കൊടുക്കേണ്ടത്. അത് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പുതിയ നിയമത്തിലുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചേക്കാം. പുതിയ നിയമത്തിലും ദരിദ്രന്മാരായുള്ളവർ, ദശാംശത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇപ്പം ഞാൻ പോകുന്നില്ല. പുതിയ നിയമത്തിലും ദരിദ്രന്മാരായവരെ പരിരക്ഷിക്കുന്നത് സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഗലാത്യർ 2:10 അവിടെ പറഞ്ഞിരിക്കുന്നത്, ദരിദ്രരെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പൗലോസും കൂടെയുള്ള ആളുകളും ഓർത്തുകൊള്ളണമെന്ന് മാത്രം അവർ, അതായത് അതിന് മുകളിലുള്ള ഭാഗത്ത് പറഞ്ഞിട്ട് യാക്കോബ്, പത്രോസ്,
യോഹന്നാൻ, ബർന്നബാസ് അവർ പറഞ്ഞു, അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കും. ഞാനെന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസാണ്. അതായത് ദരിദ്രരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ളതായ താല്പര്യം അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സുവിശേഷീകരണവുമായുള്ള ബന്ധത്തിൽ ഉള്ളതായ ദൗത്യത്തിൽ താൻ ചെയ്തിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് യാക്കോബിന്റെ ലേഖനം 2:2 മുതൽ 6 വരെ ഒരാൾക്ക് വായിക്കാം. യാക്കോബ് നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലുമെന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക അല്ലെങ്കിൽ എന്റെ പാദപീഠത്തെങ്കിൽ ഇരിക്ക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ? പ്രിയ സഹോദരന്മാരെ, കേൾപ്പിൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തെരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. ധനവാന്മാർ അല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്? അവർ അല്ലയോ നിങ്ങളെ ന്യായസ്ഥാനങ്ങളിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നത്, നിങ്ങളുടെ മേൽ വിളിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് സഭകളിൽ ഒരു സഭയിലും വ്യത്യസ്തമായ ധനികരായുള്ള ആളുകളുടെയോ ദരിദ്രരായുള്ള ആളുകളോ വ്യത്യസ്തമായുള്ള സ്റ്റാൻഡേർഡുകൾ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം പഴയ നിയമത്തിലുള്ളതിനേക്കാളും റോയലായിട്ട് രാജകീയമായിട്ടുള്ള നിയമമാണ് പുതിയ നിയമത്തിലുള്ളത്. അപ്പം പുതിയ നിയമത്തിൽ വരുന്നതായ വേളയിൽ വളരെ ലഘുവായിട്ട് നാം ചിന്തിക്കരുത്. അപ്പം നമ്മുടെ ദൈവഭാഗത്ത് വരുന്നതായ വേളയിൽ നമ്മൾ ദൈവം എപ്രകാരമായിരിക്കുന്നു, യേശു എപ്രകാരമായിരിക്കുന്നു, യേശുവിൻ്റെ മനോഭാവം എന്താണ് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ നിലയിൽ നമ്മൾ മറ്റുള്ളവരെ കാണാൻ തക്കണമൊക്കെയുള്ളൂ. ഓക്കെ, സമ്പത്തുണ്ടാക്കുന്നത് പാപമാണെന്ന് വചനം പഠിപ്പിക്കുന്നില്ല. എന്നാൽ സമ്പത്തിന് ദൈവത്തെക്കാൾ മുൻതൂക്കം കൊടുക്കുന്നത് പാപമാണ്. ഒരുപാട് ആളുകൾ എനിക്കറിയാം, വിശ്വാസികളായുള്ള ആളുകൾ തന്നെ പണം ഉണ്ടാക്കുന്നതിന് ഭയങ്കര ഉത്സാഹമാണ്. എന്നാൽ ആരാധനയ്ക്ക് പോകുന്നതിന് വേണ്ടി കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ ഉത്സാഹം കുറവാണ്. അത് വലിയ സഭകളിൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തിന്റെ അനുഭവം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട സംഗതി നമ്മൾ ദൈവത്തിന് ആവശ്യമായിട്ടുള്ള, ദൈവത്തിന് വിഹിതമായിട്ടുള്ള, ദൈവത്തിന് കൊടുക്കുവാനായിട്ട് ആദ്യം പഠിക്കണം. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈബിൾ ഡസ് നോട്ട് ടീച്ച് ദാറ്റ് മേക്കിംഗ് വെൽത്ത് ഇസ് ഇൻ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആവർത്തനം 8:18 പറഞ്ഞിരിക്കുന്നത് നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. ഓർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലയിൽ ഓർക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, എല്ലാത്തിലും ശ്രദ്ധ കൊടുക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. അപ്പൊ സമ്പത്തുണ്ടാക്കുന്നത് പാവമാണെങ്കിൽ എന്തിനാ ദൈവം സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നത്? അതാണ് ഞാൻ അവിടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സമ്പത്ത് ഉണ്ടാക്കുന്നത് പാപമാണ് എന്ന് വചനത്തിൽ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന് നിരക്കാത്തതായ നിലയിൽ സമ്പത്ത് ഉണ്ടാക്കുന്നത് പാപമാണ്. ദൈവത്തിന് കൊടുക്കുന്ന മുൻതൂക്കത്തേക്കോ പ്രാധാന്യത്തേക്ക് അത് കൊടുക്കാതെ സമ്പത്തിൽ, എൻ്റെ ജോലിയിൽ, മറ്റുള്ളതായ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് പാപമാണ്. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, അതെങ്ങനെയാ ഈ നമ്മൾ ജോലി സ്ഥലത്ത് ചെന്ന് ദൈവം നമുക്ക് ജോലി നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ജോലി സ്ഥലത്ത് ഉഴപ്പുന്നത് പാപമാണ്. കാരണം ഈ ജോലിയിൽ നിന്നാണ് നമുക്ക് ഭൗതികമായ നന്മകൾ ഉണ്ടാകുന്നത്. അത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ആ ജോലി ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. ഓക്കെ, അത് ഈ മനുഷ്യനും അത് ബാധകമായിരിക്കും, ധനവാനും ബാധകമായിരിക്കുന്നു എന്നുള്ള സത്യമാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സദൃശവാക്യങ്ങൾ 11:20 പറഞ്ഞ് തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, അവന് വീഴ്ച ഉണ്ടാകും. നീതിമാനോ പച്ചയില പോലെ തഴയ്ക്കും. ഓക്കെ, മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് ഒരു സംഗതി അറിയാം. യേശു ധനികനായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ പ്രാപിച്ച് നല്ല നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പല കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു, അതെല്ലാം ഞാൻ ചെയ്തു വരുന്നു എന്ന് പറഞ്ഞു. ഒടുവിൽ കർത്താവ് അവനോട് പറഞ്ഞു, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന്
നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കാം. അപ്പൊ ആദ്യം ചെയ്യേണ്ടതായ സംഗതി കൊണ്ട് അപ്പൊ ഇയാൾക്ക് ഉള്ളതായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കവച്ചസ്നെസ്. യു ഷാൽ നോട്ട് കവറ്റ്, അല്ലെങ്കിൽ മോഹിക്കരുത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെയോ ദൈവത്തിൻ്റെയോ യാതൊരു കാര്യങ്ങളും നാം മോഹിക്കരുത്. ഇവന് കവച്ചസ്നെസ് ഒരു പ്രശ്നമായിരുന്നു. അവനോട് കർത്താവ് പറഞ്ഞു, ആ ധനികൻ അവന് ദുഃഖത്തോടു കൂടി വീണ്ടും വീട്ടിൽ പോയതാണ് പറയുന്നത്. അപ്പോൾ ധനം ഉള്ളവൻ ധനത്തിൽ പ്രാധാന്യം കൊടുക്കുന്നതിനെ കുറിച്ച് എതിരായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ലൗകികമായ സമ്പത്ത് ഉണ്ടാകുന്നതുകൊണ്ട് അഹങ്കരിക്കരുത്. എന്തുകൊണ്ടാണ് അവനെ അഹങ്കരിച്ചതെന്ന് ചോദിച്ചാൽ, അവന് വലിയ ആർഭാടമായിട്ട് വേറൊരുവൻ ഭൗതിക നന്മകളൊന്നും ഇല്ലാതെ അവിടെ ദരിദ്രനായ വീടിന്റെ പടിക്കൽ കിടക്കുമ്പോൾ അവൻ വലിയ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് അവൻ നിഗളിച്ചുകൊണ്ടിരുന്നു. തിമോഥെയോസ് ലേഖനം എഴുതുന്ന വേളയിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിക്കാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ, നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നനായിരിക്കാനും ദാനശീലരും ഔദാര്യമുള്ളവരുമായിരിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോകത്തിൽ ധനമുള്ള ആളുകളോട് പ്രത്യേകിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ ഒരു അഹങ്കരിക്കരുത്. എനിക്കറിയാം, ഞാൻ നാട്ടിൽ പോകുന്ന വേളയിൽ നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള ആൾ, പുള്ളിക്കാരനൊക്കെ അടുത്ത് കൂടി കഴിഞ്ഞാൽ എന്തുമാത്രം പണം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വളരെ ഉത്സാഹമാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അടുത്ത സ്നേഹിതനാണ്, അതുകൊണ്ട് ഞാൻ അധികമൊന്നും പറയാനുള്ളതായൊരു സാവകാശമില്ല. എന്നാൽ തൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറഞ്ഞാൽ താൻ എന്തുമാത്രം പൈസ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതാണ് അഹങ്കാരം. ഒരു ഭാഗ്യമായ അഹങ്കാരമാണ്. ഓക്കെ, നമുക്ക് ധാരാളം അനുഭവിക്കുവാൻ തരുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാൻ, അങ്ങനെ ദൈവത്തോട് നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായിരിക്കണം. നമ്മുടെ സമ്പന്നത എന്ന് പറയുന്നത് ഭൗതികമായുള്ള നന്മകളല്ല, സൽപ്രവൃത്തികളിൽ നാം സമ്പന്നരായി ദാനശീലവും ഔദാര്യമുള്ളവരായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ കൂടെ നടന്ന ഒരു ശിഷ്യൻ യൂദാ ഇസ്കരിയോത്താവ് ട്രഷറായിരുന്നു. അയാൾക്ക് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞു, യൂദാ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ശിഷ്യനായിരുന്ന സന്ദർഭത്തിൽ യൂദാ യേശുവിനെ കർത്താവായിട്ട് അംഗീകരിച്ചിട്ടില്ലായിരുന്നു. കാരണം യൂദാ വിളിച്ചിട്ടുള്ളതായ സന്ദർഭങ്ങളിലെല്ലാം യൂദാ ഗുരു എന്ന് പറഞ്ഞാണ്, ടീച്ചർ എന്നുള്ള ലെവലിൽ മാത്രമേ അവനെ മനസ്സിലാക്കിയുള്ളൂ. യേശു കർത്താവായിട്ട് ബാക്കിയുള്ള ആളുകളും ബാക്കിയുള്ള ശിഷ്യന്മാർ അംഗീകരിച്ച വേളയിൽ ഇദ്ദേഹം യൂദാ എന്ന് പറയുന്നത് നല്ല പേരാണ്. യൂദാ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. സ്തുതി എന്നുള്ളതായ പേരുള്ളവനാണെങ്കിലും അവൻ്റെ ഉള്ളിൽ അവന് യേശുവിന് പ്രഥമ സ്ഥാനം കൊടുത്തില്ല, യേശുവിനെ കർത്താവായി അംഗീകരിച്ചില്ല. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരൊരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയോത്താവ്. ഈ സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ലാസറിൻ്റെ വീട്ടിൽ, ലാസർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ വീട്ടിലൊരു ഭക്ഷണത്തിരുന്നതാണ്. അപ്പോൾ മറിയ അവിടെ വന്ന് സ്വച്ഛടാമാംസി തൈലം എടുത്തിട്ട് അവനെ അഭിഷേകം ചെയ്യുന്നു. അത് കണ്ടതായ വേളയിൽ യൂദായുടെ ഉള്ളിൽ ഒരു ചിന്ത കടന്നുപോയി. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യോഹന്നാൻ സുവിശേഷം ഇടുന്ന വേളയിൽ വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ അവനെ കാണിച്ചു കൊടുക്കാൻ ഈ ഇരിക്കുന്നത് എന്ന് പറയുന്ന വേളയിൽ ഓരോരുത്തരെ കുറിച്ചുള്ള സ്വഭാവ ഒരു വിശദീകരണം അവിടെ എഴുതിയിട്ടുണ്ട്. ഈ തൈലം വെറും 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാത്ത എന്ത് എന്ന് പറഞ്ഞു. ഈ 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ ഒരു വർഷത്തെ വരുമാനമാണ്. ഇപ്പം നമ്മുടെ വരുമാനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശമൊക്കെ ഒരു പണം വളരെ സാമ്പത്തികമായിട്ടുള്ള വിലയുള്ളതായ ഒരു ബോട്ടിൽ തൈലമാണ് സ്വച്ഛ ജടാമാംസ തൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു കമന്ററി വായിച്ചത്, ഈ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ വളരുന്ന ഒരു വിലപിടിപ്പുള്ളതായ വളരെ റെയറായിട്ടുള്ളൊരു ചെടിയാണ്. ആ ചെടിയുടെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പെർഫ്യൂമാണെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും തന്നെയും അപ്പം ഇയാൾക്ക്
ഈ ആത്മീയ ലോകത്തും കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് എല്ലാം ഇപ്പോൾ നമ്മൾ ദരിദ്രർക്ക് കൊടുക്കുന്നത് അതിൻ്റെതായൊരു പ്രയോറിറ്റി ഉണ്ട്. എന്നാൽ ഇവിടെ കർത്താവിന് കൊടുക്കേണ്ടതിന് അതിൻ്റെതായ പ്രയോറിറ്റി ഉണ്ട്. മറിയ യേശുവിന് കൊടുക്കേണ്ടതായ പ്രയോറിറ്റി എന്താണെന്ന് മനസ്സിലാക്കി അവൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. എന്നാൽ ഇവന് തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. അത് ദരിദ്രന്മാരെ കുറിച്ച് ഇത് യോഹന്നാന്റെ കമന്ററിയാണ്. അത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി അവൻ്റെ പക്കലാകിയാൽ അതിൽ ഇട്ടത് എഴുത്തു വന്നുകൊണ്ട് അത്രേ എന്ന് പറഞ്ഞു. ഇപ്പം ഇയാളെ പണം ഏൽപ്പിച്ചിരുന്നത് യേശുവിന് യാതൊരു പൈസയും ഇല്ലാതിരിക്കുന്ന ആൾക്കാർ, യേശുവിനും യാതൊരു വരുമാനം ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ ട്രഷറൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ട്രഷറില്ല, കാരണം എനിക്ക് എൻ്റെ പണം ഞാൻ തന്നെ മാനേജ് ചെയ്യുന്നത്. യേശുവും ശിഷ്യന്മാർക്കും സാമ്പത്തികമായുള്ള വരുമാനം ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഒരു ട്രഷറെ ഏൽപ്പിച്ചത്. ഓക്കെ, അപ്പം അവൻ ട്രഷറിനും സമ്പത്തിനെ കുറിച്ച് വേണ്ടതുപോലുള്ള കാഴ്ചപ്പാട് ഇല്ല എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. രണ്ടാമത്തെ വൈരുദ്ധ്യം, ഒന്ന് ജീവിതത്തിലുള്ളതായ വൈരുദ്ധ്യം, രണ്ട് മരണത്തിലുള്ളതായ വൈരുദ്ധ്യം. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ദൂതന്മാർ തന്നെ എസ്കോർട്ട് ചെയ്ത് അവിടെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. നേരത്തെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. അവിടെ ദൂതന്മാർ വന്നതായിട്ട് പറഞ്ഞില്ല. ദൂതന്മാർ വന്നില്ലെങ്കിൽ അവനെ യാതന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് പിശാചിൻ്റെ ദൂതന്മാരാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. പാതാളത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, മൂലഭാഷയിൽ പറഞ്ഞ ഹൈഡസ്, അവിടെ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി. അപ്പോൾ ഈ യാതനാ സ്ഥലം എവിടെയാണ്? താഴെയാണ്. മേലോട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഉയർച്ചയുള്ളതായ ഭാഗത്താണ് അബ്രഹാം കിടക്കുന്നത്. അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇപ്പം യാതനാ സ്ഥലത്ത് വെച്ച് പലപ്പോഴും ആളുകൾ ചിന്തിക്കാറുണ്ട്, യാതനാ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ യാതൊരു കംപ്ലീറ്റ് ബോഡി എല്ലാം കംപ്ലീറ്റ് ഫ്രോസൺ ആണെന്ന്. അവിടെ അങ്ങനല്ല പറഞ്ഞേക്കുന്നത്. യാതനാ സ്ഥലത്ത് വെച്ച് തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം സജീവമായി പ്രവർത്തിച്ചിരുന്നു. അവിടെ വെച്ച് ഇതിനൊന്നും ഒരു ഫീലിംഗ് ഇല്ലായിരുന്നെങ്കിൽ യാതന അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ സുവിശേഷം പറയാനായിട്ട് പോകുന്ന വേളയിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങ് യഹോവാസാക്ഷികളെ മറ്റും പഠിപ്പിക്കുന്നത്, അവിടെ മരിച്ചു കഴിഞ്ഞ് അനൈലേഷൻ എന്ന് പറഞ്ഞാൽ നിർമ്മാർജ്ജനം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെയാകും. പിന്നീട് അവർക്ക് യാതൊന്നും അറിയുന്നില്ല. അവർ വ്യാഖ്യാനിക്കുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ ഉത്തമഗീതമാണ്, സഭാപ്രസംഗിയാണ്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സഭാപ്രസംഗിയിൽ അവിടെ ജനറലായിട്ട് പറയുന്നത് സൂര്യന് കീഴിൽ എന്നുള്ളതായ പ്രയോഗം ആവർത്തിച്ച് വചനമുണ്ട്. അല്ലാതെ നിത്യയെക്കുറിച്ച് ശലോമോന് വലിയ ദർശനം ഉണ്ടായതുകൊണ്ടല്ല പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണാനന്തര ജീവിതത്തിലെ വൈരുദ്ധ്യം. കോൺട്രാസ്റ്റ് ആഫ്റ്റർ ഹിസ് ഡെത്ത്, കോൺട്രാസ്റ്റ് ഓഫ് ലൈഫ് ആഫ്റ്റർ ഡെത്ത്. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. അപ്പം നേരത്തെ ഇയാൾക്ക് കനിവില്ലായിരുന്നു ലാസറിനോട്. ഇയാൾക്ക് ഇപ്പോഴെന്ത് ആവശ്യമുണ്ട്? കനിവ് വേണം. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. നേരത്തെ ലാസറിൻ്റെ ദാഹം തീർക്കാൻ കൊണം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുവാൻ മനോഭാവമില്ലാതിരുന്ന വ്യക്തിക്ക് ഇവിടെ വെച്ച് ദാഹമുണ്ടായി. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. അപ്പോൾ അവിടെ ജ്വാലയുമുണ്ട്, വേദനയുമുണ്ട്. ഇത് നരകത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, നരകത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ളതായ ഒരു ഇൻട്രീം പ്ലേസ് ആണ്. ഇൻട്രീം പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇട സ്ഥലമാണ്. ഓക്കെ, അബ്രഹാം മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു. അപ്പോൾ ദൈവമക്കളായുള്ള ആളുകൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ഒരു ആശ്വാസത്തിൻ്റെ സ്ഥലമാണ്. നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു വിളർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. അത് ഉണ്ടായതല്ല, ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടുന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിയുകയില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല. നിഷിദ്ധമായിട്ട് വിലക്കിയിരിക്കുന്ന സ്ഥലമാണ്. പിന്നെ എങ്ങനെയാണ് കത്തോലിക്ക, യാക്കോബ എന്നിത്യാദി സഭകൾ
എപ്പിസ്കോപ്പേലിയൻസിനും ഉണ്ടെന്ന് തോന്നുന്നു. അവരുടേതായ ഡോക്ടറിൽ ഈ പർഗറ്റോറി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കത്തില്ല. പിന്നെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ട് നടത്തുവന്ന നമ്മൾ ഈ യാക്കോബാസ് കത്തോലിക്ക ആളുകൾക്ക് സുവിശേഷം പറയാൻ പോകുന്ന വേളയിൽ ഈ ഭാഗം ചോദിക്കേണ്ട ആവശ്യമാണ്. അവിടെ അച്ഛന്മാരും മറ്റും കുർബാന ചൊല്ലിച്ച് അവരെ അക്കരെ കടത്താമെന്ന് പറയുകയാണെങ്കിൽ അവിടെ ചോദിക്കണം, എങ്ങനെയാണ് ഇങ്ങനൊരു വിലക്ക് വിളർപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നിഷിദ്ധമായിട്ടുണ്ടെങ്കിൽ അതിനപ്പുറമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് കുർബാന ചൊല്ലി അക്കരെ കടത്തുന്നതെന്ന് ചോദിക്കണം. അതിന് മണി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് അവൻ, എന്നാൽ പിതാവേ അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിലയക്കണം, ഇതൊക്കെ സുവിശേഷ താല്പര്യമായി. അപ്പം അപ്പൻ്റെ വീട്ടിലുള്ള ആളുകൾ ഇവനെ പോലെയാണ് ജീവിക്കുന്നതെന്ന് അവൻ അറിയാം. അപ്പൻ്റെ വീട്ടിൽ അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ. അപ്പം ഇവൻ തന്നെ മനസ്സിലായി, യവൻ്റെ കൂട്ട് തന്നെ സ്വത്ത് അനുഭവിച്ച് അഹങ്കാരത്തോടു കൂടി ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അവരും ചത്തു കഴിഞ്ഞാൽ ഇവിടെ വരത്തുള്ളൂ എന്ന് അവർക്ക് നല്ല വ്യക്തമാണ്. അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട് എന്ന് പറഞ്ഞാൽ മോശ എഴുതിയായ പുസ്തകങ്ങളും പ്രവാചകന്മാരായ എഴുതിയുള്ളതായ പുസ്തകങ്ങളും, പഴയ നിയമത്തെ മൊത്തമായിട്ട് മോശയും പ്രവാചകന്മാരും എന്ന് പറഞ്ഞിരിക്കുക മൊത്തമായിട്ട് പഴയ നിയമത്തെക്കുറിച്ചുള്ളതായ ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ. അപ്പോൾ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ സഹജീവികളെ കുറിച്ച് യാതൊരു സഹതാപവും ഇല്ലാതിരുന്ന തലവാന് മരിച്ചതിന് ശേഷം സ്വന്തം സഹോദരങ്ങളെ കുറിച്ച് സഹാനുഭൂതി ഉണ്ടായി. എന്തോ ഒരു ആത്മാക്കളെ കുറിച്ച് എന്തുമാത്രം ബേർഡനാണെന്ന് ഓർത്തോണം. ആ ബേർഡൻ ഉള്ളത് നല്ലത് തന്നെയാണ്. ദൈവമക്കൾക്ക് എത്രയോ അധികമായിട്ടുള്ള ബേർഡനാണ് ഉണ്ടാകേണ്ടത് നമ്മുടെ സഹജീവികളെ കുറിച്ച്. നമ്മുടെ മാതാപിതാക്കന്മാരോ നമ്മുടെ സഹോദരന്മാരോ മറ്റ് ആളുകളോ കർത്താവിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ, കർത്താവെ അവരെക്കുറിച്ചുള്ളതായ ഒരു വലിയ ബേർഡൻ എൻ്റെ ഹൃദയത്തിൽ നൽകി തരണമേ എന്ന് നാം പ്രാർത്ഥിക്കുവാൻ മടിക്കരുത്. ആ ബേർഡൻ അല്ലെങ്കിൽ സുവിശേഷീകരണം നടക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, അതിനവൻ അല്ലല്ല അബ്രഹാം പിതാവെ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ. ഇവിടെ ഇയാൾ വീണ്ടും നെഗോഷിയേഷൻ വളരെ മിടുക്കനാണ്. അവിടെ ചെന്ന് ഇയാൾ പണത്തിൻ്റെയും ജീവിച്ചിരുന്ന കാലയളവിൽ നെഗോഷിയേഷൻ നടത്തിയിരുന്ന ആള് എന്നുള്ള നിലയിൽ അബ്രഹാം പിതാവിനടുക്ക് പറഞ്ഞിരിക്കുക, അല്ലല്ല നിനക്കറിയത്തില്ല അബ്രഹാമേ, മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ ചെന്നുവെങ്കിൽ അവൻ മാനസാന്തരപ്പെടും. എന്തോ ഒരു ഉറപ്പാണെന്ന് ഓർത്തോണോ. 31-ാമത്തെ വാക്യത്തിൽ അവനോട്, മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്ന സ്ഥലം ഒരു ക്ലാരിഫിക്കേഷൻ പറയുകയാണ്. യേശുവിൻ്റെ മരണപുനരുത്ഥാനത്തിന് ശേഷം അത് നീക്കി അവിടെ കിടന്ന ആളുകളെ മൊത്തമായിട്ട് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് മാറ്റിയെന്നാണ് പറയുന്നത്. എവിടെ പറഞ്ഞിരിക്കുന്നു? എഫേസ് ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അത് സങ്കീർത്തനം 62:18 വായിക്കണ്ട, അത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബദ്ധന്മാർ എന്ന് പറയുന്നത് ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മാറ്റപ്പെടാതെ അബ്രഹാമിൻ്റെ മടിയിൽ അവിടെയും കിടന്നിരുന്ന മരണത്തിൽ പഴയ നിയമ ഭക്തന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നാൽ പിതാവിൻ്റെ സന്നിധിയിൽ പോയി അവിടുന്ന് പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്നുള്ളതായ ദാനം കൊടുത്ത പല കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അപ്പം കയറി എന്ന് പറയുമ്പോൾ ആദ്യം ഈ അധോഭാഗം എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളതായ ആയിരുന്നു അബ്രഹാമിൻ്റെ മടി എന്നുള്ളത്. അവിടെ കടന്നു ചെന്നിട്ട് മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് കർത്താവ് ആത്മാവിൽ ചെയ്തിട്ടുള്ളതായ ചില ദൗത്യങ്ങളിൽ ഒന്നാണ് അവിടെയുള്ളതായ വിശുദ്ധന്മാരെ, പഴയ നിയമ വിശുദ്ധന്മാരെ എല്ലാം അവിടുന്ന് കയറ്റി. എനിക്ക് തോന്നുന്നു അവിടെ എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ യേശുവിൻ്റെ വലതുവശത്ത് കിടന്ന ആ മാനസാന്തരപ്പെട്ട കള്ളൻ, യേശുവിൻ്റെ വലതുവശത്തെ കള്ളനല്ല, മാനസാന്തരപ്പെട്ട കള്ളനാണ്. വലതുവശത്തല്ല, യേശുവിൻ്റെ വശത്ത് ഒരുവൻ എടുത്ത് ഒരു വശം അവിടെ മാനസാന്തരപ്പെട്ടതായ ഈ കള്ളൻ അവിടെ പോയതായി. ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞ വേളയിൽ അവിടെ ആയിരുന്ന സന്ദർഭത്തിൽ അവരെയും കൂടെ ഉൾക്കൊള്ളിച്ചാണ് അവിടെ സ്വർഗസ്ഥലത്തേക്ക് പോയത്.
സ്തേഫാനോസിനെ കല്ലെറിയാനായിട്ട് തുടർന്നായ വേളയിൽ അവൻ അതിനുശേഷം ഈ അബ്രഹാമിന്റെ മടിയിലേക്ക് പോയില്ല. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് കർത്താവ് യേശു ക്രിസ്തു എഴുന്നേറ്റു അവനെ സ്വീകരിക്കുന്നതായ ഭാഗമാണ് കാണുന്നത്. ഓക്കെ, ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അപ്പോൾ സ്വർഗത്തിന് മീതെ ഉള്ളതായ സ്ഥലമാണ് പിതാവിന്റെ വലതുഭാഗത്ത് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിട്ടുപിരിച്ച് ക്രിസ്തുവിനോട് ആയിരിക്കുന്നത് ഉചിതമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. യേശു പറഞ്ഞതായ സംഗതി, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. ഓക്കെ, ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം ക്രിസ്തുവിൽ മരിക്കുന്നവർ അബ്രഹാമിന്റെ മടിയിൽ പോകാതെ നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ടതായ സംഗതിയാണ്. നമ്മൾ ഇക്കാലയളവിൽ മരിക്കുന്ന ആളുകൾ, യേശു ക്രിസ്തു സഭയുടെ ഉത്പാദനത്തിന് മുമ്പ് മരിക്കുന്ന ആളുകൾ നമ്മൾ വിട്ടുപിരിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ നേരിട്ട് പോവുകയുള്ളൂ. ഓക്കെ, 2 കൊരിന്ത്യർ 5:8 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് എന്ന് പറഞ്ഞാൽ മരിച്ച് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അപ്പം ശരീരം വിട്ട് അബ്രഹാമിന്റെ മടിയിലേക്ക് പോയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ആണ് തോന്നുന്നു ഞാൻ പറഞ്ഞതായിട്ട്. ഒരിക്കലും ഞാനൊരു യാക്കോബയിലുള്ള ഒരാളുടെ ശവസംസ്കാരത്തിന് പോയ വേളയിൽ അച്ഛന് അവിടെ പ്രസംഗിച്ചായ വേളയിൽ പറഞ്ഞു, ഈ മനുഷ്യന് അവിടെ അബ്രഹാമിന്റെ മടിയിൽ, അബ്രഹാമിന്റെ മാത്രമല്ല അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിന്റെയും മടിയിൽ ഓടിച്ചാടി നടക്കുക. ഞാൻ വിചാരിച്ചു എന്തുമാത്രം ബന്ധപ്പാട് അബ്രഹാമിന്റെ മടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ എല്ലാം മടിയിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞേക്കുന്നത്. ഓക്കെ, മരണാനന്തരം സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുവാൻ സാധിക്കുന്നില്ല. ഈ ഭാഗം നമ്മൾ 1 പത്രോസ് 4 ചിലപ്പോൾ ആളുകൾ ചോദിച്ചേക്കാം. 1 പത്രോസ് 4:5-6 വാക്യങ്ങൾ, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായ മനുഷ്യരെ പോലെ വിധിക്കപ്പെടുമെങ്കിലും ആത്മാവ് സംബന്ധമായ ദൈവത്തിന് ഒത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടത് തന്നെ. അപ്പൊ ഇത് മരിച്ചവരോട് ചെന്ന് സുവിശേഷം പറഞ്ഞു അവർ മാനസാന്തരപ്പെടാനുള്ള സുവിശേഷമാണെന്നല്ല പറഞ്ഞേക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ അതിന്റെ ട്രാൻസ്ലേഷൻ ഒരു ഭാഗത്ത് ടു ദം ദാറ്റ് ആർ നൗ ഡെഡ് ആൻഡ് നൗ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. അപ്പൊ നേരത്തെ തന്നെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച് മരിച്ച് അവര് ദൈവത്തിന്റെ സന്നിധിയിലായിട്ട് മരിച്ചുപോയ ആളുകൾ, മരിച്ചവരെന്നല്ല മരിച്ചുപോയി ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ആളുകളോട് അവർ നേരത്തെ സുവിശേഷം പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവസരോചിതമായിട്ട് സന്ദർഭം വിട്ട് വ്യാഖ്യാനിക്കുന്നത്, ആ ഭാഗം മൊത്തമായിട്ട് വായിക്കുമ്പോൾ ആ അർത്ഥം തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനിയും ഉള്ളതായ നമ്മൾ വെള്ളസിംഹാസനത്തെ കുറിച്ചുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പം ദൈവമക്കളായിട്ട് ആളുകൾക്കും ഒരു ന്യായവിധിയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല എന്ന് പറയുന്നത് സത്യമാണ്. എന്നാൽ ദൈവമക്കളായിട്ട് ആളുകൾക്കും അവര് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്ന സ്ഥലത്ത് നാം നിൽക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്രിസ്തുവിന്റെ ന്യായാസനം അഥവാ ബീമ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതും ദി ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വെള്ളസിംഹാസനം എന്ന് പറയുന്നത് അവിശ്വാസികൾക്ക് വേണ്ടിയും ഉള്ളതാകുന്നു. ഓക്കെ, ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതും ക്രിസ്തുവിന്റെ വെള്ളസിംഹാസനം എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിശ്വാസികൾക്ക് വേണ്ടിയാണ്. ക്രിസ്തുവിന്റെ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ ഒരു വിശ്വാസിയും അപ്പിയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുകയില്ല. കാരണം വിശ്വാസികളായുള്ള ദൈവമക്കളായുള്ള ആളുകൾ, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ കർത്താവിൻ്റെ ഉൽപ്രാപണത്തിന് സന്ദർഭം സഭയെ എടുത്തുകൊള്ളപ്പെടുന്ന വേളയിൽ നേരത്തെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്.
നമ്മുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചൊരു നല്ല ഒരു പിക്ചർ നമുക്ക് വ്യക്തമായിട്ടുണ്ടാകണം. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും, അതായത് ദൈവസഭയിലുള്ളതായ ആളുകൾ, വിശ്വാസികൾ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ഈ ഭീമ എന്ന് പറയുന്നത് അന്നത്തെ ഒളിമ്പിക്സും മറ്റും ഒക്കെ നടക്കുന്നതായ ഒരു സമയത്ത് അന്ന് ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോം ഉണ്ട്. നമുക്കറിയാം ഒളിമ്പിക്സിന്റെ അവാർഡ് കൊടുക്കുന്നതായ സന്ദർഭത്തിൽ അവിടെ 3 ലെവലിലുള്ളതായ ഒരു പ്ലാറ്റ്ഫോമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഗോൾഡ് കിട്ടിയവർക്ക് ഏറ്റവും ടോപ്പിൽ നിൽക്കും. സിൽവർ ഉള്ള ആളുകൾക്ക് അതിൻ്റെ 2ാമത്തെ ലെവലിൽ നിൽക്കും. മറ്റേ ബ്രോൺസ് ഉള്ളത് ഏറ്റവും താഴെയുള്ളതായ സ്റ്റേജിൽ വരും. അന്ന് അവർക്ക് ഒരു ഒലിവ് കൊണ്ടുള്ളതായ വിളഞ്ഞതായ ഒരു അത് വാടിപ്പോകുന്നതാണ്, ഒരു കിരീടമാണ് കൊടുത്തിരുന്നത്. അതാണ് അപ്പോസ്തലൻ പൗലോസ് അന്ന് വാടുന്ന കിരീടം ഇപ്പോൾ നമുക്ക് വാടാത്ത കിരീടം നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞത്. അതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ അവിടെ അവാർഡ് ഓരോരുത്തരുടെയും ലെവൽ അനുസരിച്ച് അവിടെ റിവാർഡ് കൊടുത്തിട്ടുണ്ട്, അവാർഡ് കൊടുത്തിട്ടുണ്ട് എന്ന് വേണം ചിന്തിക്കാൻ. ഇതിന് ദൈവത്തിന്റെ ന്യായാസനം എന്നും അവിടെ റോമർ 14:10 കാണുന്നുണ്ട്. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും, ഇവിടെയും നാം എല്ലാവരും എന്ന് പറയുമ്പോൾ ദൈവസഭയിലുള്ളതായ ആളുകൾ എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനം മുമ്പാകെ. വാസ്തവത്തിൽ ദൈവത്തിന്റെ ന്യായാസനം അവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കി കഴിഞ്ഞാൽ താഴെ ന്യൂ കിംഗ് ജെയിംസ് വേർഷനിൽ ഫോർ വി ഓൾ സ്റ്റാൻഡ് ബിഫോർ ദി ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ. അത് ദൈവത്തിൻ്റെതാണെങ്കിലും വേറൊരു ട്രാൻസ്ലേഷനിൽ അവർ വേറൊരു മാനുസ്ക്രിപ്റ്റിൽ നിന്ന് ഉപയോഗിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെതാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ന്യായാസനം എന്ന് പറയുന്നതും ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ഓക്കെ. എപ്പോഴാണ് സാധാരണ ആളുകൾ, എൻ്റെ പല ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എപ്പോഴാണ് ഈ ന്യായാസനത്തിനുള്ളതായ റിവാർഡ്? ഇപ്പം ലോജിക്കലായിട്ട് ഏത് സമയത്ത് ആണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം മധ്യാകാശത്തിൽ വെച്ചായിരിക്കാം തൻ്റെ സഭയും ഒരുമിച്ച് പ്രത്യക്ഷമായി വരുന്നതിന് മുമ്പ്. പ്രത്യക്ഷമായ റാപ്ചർ എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് ദൈവത്തിൻ്റെ ജനത്തെ എടുത്തുകൊള്ളപ്പെടുന്ന സമയമാണ്. പിന്നെ പ്രത്യക്ഷമായിട്ട് സഭയോടുകൂടെ എല്ലാ കണ്ണും അവനെ കാണും എന്ന് പറയുന്നതായ ഇറങ്ങി വരുന്നതായ ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളതായ ഒരു സന്ദർഭത്തിലായിരിക്കാം അവിടെ എങ്ങും, ഞാൻ വേദത്തിലെങ്ങും അതിന് സമയമോ സ്ഥലമോ അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ന്യായമായിട്ട് അനുമാനിക്കാവുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മധ്യാകാശത്തിലായിരിക്കും. എവിടെ വെച്ചാണ് എന്ന് ഉള്ളത് അവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ. എന്തുകൊണ്ടാണ് ന്യായം വിധിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? ദൈവമക്കൾ സഹവിശ്വാസികളെ തരം താഴ്ത്തി ഇടപെട്ടത്. ദൈവമക്കളായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ സ്വഭാവ രീതികൾ വ്യത്യാസമാകണം. അതുകൊണ്ടാണ് റോമർ 14 പറഞ്ഞത്, എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ അവനെ ജഡ്ജ് ചെയ്യേണ്ട. ജഡ്ജ് എന്ന് പറഞ്ഞാൽ കണ്ടം ചെയ്ത് എന്തിന്? അല്ലെങ്കിൽ സഹോദരനെ നിന്ദിക്കുന്നത് എന്ത്? അല്ലെങ്കിൽ ധിക്കരിക്കുന്ന വാക്കിനർത്ഥമാണ് നിന്ദിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നതായ ഒരു വാണിംഗ് അപ്പോസ്തലനായ പൗലോസ് കൊടുത്തിരിക്കുന്നത്, നമ്മൾ സഹവിശ്വാസികളെ നിന്ദിക്കുകയോ അവരെ കണ്ടം ചെയ്ത് സംസാരിക്കുകയോ പാടില്ല. അത് നമ്മൾക്ക് അനുവദിച്ചിരിക്കുന്നതായ സംഗതിയല്ല. ദൈവമക്കളുടെ പ്രവൃത്തിയെ വിധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കണം. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയാണ്, നമ്മുടെ ചെയ്വനകൾ, നമ്മുടെ ജീവിത രീതികൾ, അത് അനുസരിച്ച് ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യർ 2:10 പറഞ്ഞിരിക്കുന്നത്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് 8 പറഞ്ഞ കൃപയാലോ നാം വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, പിന്നീട് അത് നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല എന്ന് എഴുതിയതിന് ശേഷം പിന്നീട് പറയുന്നത്, നാം അവൻ്റെ കൈപ്പണിയായി.
രക്ഷിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി സൽപ്രവൃത്തികൾ ചെയ്യുവാനാണ്. ആ സൽപ്രവൃത്തികൾക്ക് ദൈവസന്നിധിയിൽ അതിന് വിലയുള്ളതാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം ചെയ്തിട്ടുള്ളതായ സൽപ്രവൃത്തികൾ ഒന്നും ബാധകമല്ല. കാരണം സൽപ്രവൃത്തികൾ കൊണ്ട് രക്ഷിക്കപ്പെടാനൊക്കത്തില്ല. സൽപ്രവൃത്തികൾ അതിൻ്റെതായ ഗുണമുണ്ടായിരിക്കും, പക്ഷേ രക്ഷയുമായുള്ള ബന്ധത്തിൽ സൽപ്രവൃത്തികൾ യാതൊരു പ്രയോജനം ചെയ്യുന്നതല്ല. ഓക്കെ, എബ്രായർ 6:10 പറഞ്ഞിരിക്കുന്നത്, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും സഭ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും അവരുടെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ അനീതിയുള്ളവനല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ബുക്കിൽ, ദൈവത്തിൻ്റെ റെക്കോർഡിൽ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ദൈവമക്കളെയും വിശുദ്ധന്മാരെയും ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനെല്ലാം അതിന് റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. ദൈവമക്കളെ, കർത്താവിൻ്റെ ദാസന്മാരെ ശുശ്രൂഷിക്കുന്നത്, ദൈവജനങ്ങൾക്ക് വേണ്ടതുപോലെയുള്ളതായ നന്മകൾ ചെയ്യുന്നത് ദൈവസന്നിധിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾക്കും നമ്മുടെ തലമുറകൾക്കും അനുഗ്രഹമായി വരത്തക്ക നിലയിൽ അതായിത്തീരും എന്ന് വ്യക്തമായിട്ടിവിടെ പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് 2:21 പറഞ്ഞു, ഞാൻ ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണവും ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. അപ്പോൾ ദൈവസഭയ്ക്ക്, ദൈവജനങ്ങൾക്ക് നമ്മളുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ചുള്ളതായ ഒരു പ്രതിഫലം നൽകുന്നതായ സമയമുണ്ട്. അത് നാം ക്രിസ്തുവിൻ്റെ ന്യായാസനം മുമ്പാകെ നിൽക്കുന്നതായ സന്ദർഭത്തിലായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ കർത്താവ് പഠിപ്പിച്ചായ സംഗതിയുണ്ട്, നാം പറയുന്ന നിസ്സാര വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്. മത്തായി 12:36-37 എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും, നിസ്സാരം എന്ന് പറഞ്ഞാൽ വർത്ത്ലെസ് ആയിട്ടുള്ള വാക്കുകൾ, ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് മറ്റാരും പറഞ്ഞതല്ല, യേശു പഠിപ്പിച്ചതായ സംഗതിയാണ്. എവറി ഐഡൽ വേർഡ് men may speak will be given account to God. 37ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾക്ക് ഒരു നീതീകരണം ഉണ്ടാകണം. നമ്മുടെ വാക്കുകൾ നമ്മളെ കുറ്റം വിധിക്കുവാൻ ഇടവരരുത്. അതുകൊണ്ട് നമ്മൾ കേൾപ്പാൻ വേഗതയുള്ളവരും പറയുവാൻ താമസമുള്ളവരുമായിരിക്കണം. ദൈവത്തിന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, കേൾപ്പാൻ വേഗത. അല്പം കേൾക്കുന്നതിന് ഉരുളയ്ക്ക് പേരി എന്ന് പറഞ്ഞ് ഉടനെ തന്നെ മറുപടി പറയുന്നതായ സ്വഭാവം തെറ്റാണ്. ഞാൻ ഇപ്പോഴൊരുപാട് ഡിസിപ്ലിൻ ഞാൻ പഠിച്ചു. ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലെ വേണ്ടാത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അല്പം ഒന്ന് പോസ് ചെയ്ത് ചിന്തിച്ചതിന് ശേഷം മറുപടി പറയുന്നത്. എനിക്ക് ആ 1-2 സെക്കൻഡിനുള്ളിൽ എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് മറുപടി പറയാനായിട്ട് സാധിക്കും. അന്നേരം പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ I'll just stop it, എന്നിട്ട് ചിരിച്ചിട്ട് അങ്ങ് പോകുന്നതല്ലാതെ മറുപടി പറയാൻ പോകത്തില്ല. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടതായതിനാൽ. ഓക്കെ, എഫേസ് ലേഖനത്തിൽ 5:3-4 പിന്നെ 6ാമത്തെ വാക്യം, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ പേർ പറക പോലും വരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. അപ്പം വിശുദ്ധന്മാർക്ക് ഉചിതമല്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ അനുചിതമായിട്ടുള്ള ജീവിതമുണ്ട്, വിശുദ്ധന്മാർക്ക് ഉചിതമായിട്ടുള്ളതുണ്ട്. ഓക്കെ, അവിടെ 4ാമത്തെ വാക്യത്തിൽ ചീത്തത്തരം, അതിൻ്റെ വേറെ നല്ല ഭാഷ, അസഭ്യം, പൊട്ടച്ചൊൽ, വ്യർത്ഥഭാഷണം, കളിവാക്ക്, അത് ആക്ഷരികമായിട്ട് അശ്ലീല ഫലിതം, ഇങ്ങനെ ചേർച്ചയല്ലാത്തത് അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. അപ്പം നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഏത് നിലയിൽ നാം വർത്തിക്കണം, പെരുമാറണം എന്നുള്ളത് നാം എപ്പോഴും ബോധവാന്മാരായിരിക്കണം. 5:6 വായിക്കുന്നുണ്ട്, വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ, അർത്ഥശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പോകരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണക്കെട്ടവരുടെ മേൽ വരുന്നത്. അപ്പോൾ അനുസരണക്കെട്ടവരുടെ മേൽ വരുന്നത് നമ്മളുടെ മേൽ വരാതിരിക്കത്തക്ക വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വ്യർത്ഥവാക്കുകൾ പറഞ്ഞ് നമ്മളെ വഞ്ചിക്കപ്പെടാൻ കൊണ്ട് വിടരുത്. വ്യർത്ഥവാക്കുകൾ കേൾക്കാൻ പാടില്ല, വ്യർത്ഥവാക്കുകൾ പറയാനും പാടില്ല. ഇവിടെ
എൻ്റെ സമയം ഏകദേശം തീർന്നു. ഈ ഭാഗത്ത് വെച്ച് ഞാൻ അവസാനിപ്പിക്കണം. ഇതിനെ തുടർന്നുള്ളതായ ഭാഗം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അതിനുശേഷം കർത്താവ് വരുവാൻ താമസിച്ചാൽ അടുത്ത പ്രാവശ്യം നമ്മൾ കൂടി വരുന്നതായ വേളയിൽ നമ്മൾ പേഴ്സണൽ ഇവാഞ്ചലിസം എന്നുള്ളത് എന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഉള്ളതായ വചനത്തിൽ ഉള്ളതായ അതിൻ്റെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതായ കാര്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതായ ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. കർത്താവ് ഈ വാക്കുകളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ഇന്ന് ദൈവം സഹായിച്ചുവല്ലോ. പ്രത്യേക നന്ദി അറിയിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നാളെ വൈകിട്ട് നമുക്ക് വീണ്ടും ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും മാത്യു പി തോമസിൻ്റെ ക്ലാസ്സാണ് നാളെ നടക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ മടങ്ങാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ അമിത പ്രാർത്ഥിച്ചാട്ടെ. അവസാനം. സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, നല്ല സമയത്തിനായ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം കരയറ്റുന്ന കർത്താവെ, പ്രകാരം നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം പിന്നെ ഈ സാവകാശം ഒരുക്കിയ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ദേവദാസനെ അതിനായി ഉപയോഗിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ദേവദാസനിൽ കൂടെ കേട്ട കർത്താവെ, ദൈവിക വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കർത്താവെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അപ്പ സ്തോത്രം. ആത്മാവിന്റെ ശക്തിയോടുകൂടെ കർത്താവെ അപ്പ ആസ്വദിക്കുന്നു കേൾക്കുന്നത് ദൈവശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ കർത്താവെ അത് അനേകർക്ക് പ്രയോജനമാകുന്ന രീതിയിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് രൂപാന്തരീകരണം വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണം. വചനത്തിന്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് കർത്താവെ മനസ്സിലാക്കി തരുവാൻ ദാസന്മാരെ നീ കരങ്ങളെടുത്ത് ഉപയോഗിച്ച് നിന്റെ കൃപയ്ക്കായ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് ഇതിന് ചുമല് കൊടുക്കുന്ന എല്ലാ ദേവദാസന്മാരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. സമൃദ്ധിയായ ദൈവം അനുഗ്രഹിക്കുമാറാകണം. അവരുടെ ആവശ്യങ്ങളെല്ലാം നീ സാന്നിധ്യം കൊണ്ടിരിക്കണം. ഇപ്രകാരം ഞങ്ങൾക്കൊരു സ്തോത്രം കർത്താവെ ക്ലാസ് കർത്താവെ കണ്ടിന്യൂ ചെയ്യുവാൻ കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലത ഞങ്ങൾക്കായി ജീവൻ വിശേഷിവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടെല്ലാവരോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. എല്ലാം സ്തോത്രം, സ്തോത്രം, സ്തോത്രം.